ചെന്നൈ പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കോർപ്പറേഷനുകളിൽ ഉള്ളതുപോലെ തിരുവനന്തപുരം ജനങ്ങൾക്ക് മേയറെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണമെന്ന് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് രഘുചന്ദ്രൻ നായർ. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം പാർട്ടി മേയറെ നിശ്ചയിക്കുന്ന നിലവിലെ സംവിധാനം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF ആവട്ടെ LDF ആവട്ടെ BJP ആയാലും അവർ സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ അത് നിർണ്ണയിക്കുമ്പം അവർ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മിനിമം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ 3 സീനിയർ ആയിട്ടുള്ള വിഷനുള്ളതും സീനിയർ എന്ന് പറയുമ്പം ചെറുപ്പക്കാരുടെ ആവിക്കൂടാണെന്നില്ല, നല്ല വിഷനും നല്ല കാര്യപ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന നല്ല കഴിവുള്ള സ്ഥാനാർത്ഥികളായിരിക്കണം ഇലക്ഷൻ മത്സരിപ്പിക്കുക. അപ്പൊ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ അഥവാ ഈ മുന്നണിയോ ഈ പാർട്ടി ഭരണത്തിൽ വരുമ്പം ആ സ്ഥാനാർത്ഥികളായിരിക്കണം നമ്മൾ മേയറാക്കുന്നത്. അല്ലാതെ നമ്മൾ ജയിച്ചു കഴിഞ്ഞിട്ട് പാർട്ടി എല്ലാ പാർട്ടിയും സംഭവിക്കുന്നത് ജയിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ ഇരുന്ന് പിന്നെ തീരുമാനിച്ചു വരുന്ന പലപ്പോഴും കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികളായിട്ട് ഞങ്ങൾ തോന്നിയിട്ടുണ്ട്.